പോലീസ് എന്താണ് വണ്ടിയിനകത്ത്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. കാരണം ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഒരു 2024 മോഡൽ Peugeot 408 പക്ഷേ ഇന്നത്തെ വീഡിയോ ഈ താരമല്ല. അതാണ് നിങ്ങൾ നോക്കുന്നത് ആ ഐറ്റം. A street racer has just been reported eastbound past Diamond Park. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make. ഇന്നത്തെ വീഡിയോയുടെ താഴെ ദിസ് മൈ ഫ്രണ്ട്സ് ഇസ് ദ ബ്രാൻഡ് ന്യൂ ലാൻഡ് ക്രൂസർ പ്രാഡോ. ആൻഡ് ഇത് വേറെ ആരുടെ അല്ല, നമ്മുടെ ഹഫീസ് ബ്രോഡയാണ്. സോ ഹഫീസ് ബ്രോ, ഹൗ ആർ യു, ഹൗസ് എവറിത്തിങ്? ഹഫീസ് മച്ചാനെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും തോന്നുന്നു. ഹഫീസ് ബ്രോഡയിൽ നേരത്തെ ഒരു സുപ്ര ഉണ്ടായിരുന്നു, ഒരു Mark 3 ടൊയോട്ട സുപ്ര. അതിനെപ്പറ്റി നമുക്ക് കുറേ വീഡിയോസ് എടുത്തത്. ആ വണ്ടി ഇപ്പോൾ എവിടെ? അത് കൊടുത്തിട്ട് വലിയൊരു അപ്ഗ്രേഡ് തന്നെ ആവാമെന്ന് വിചാരിച്ചു. വലിയ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു 4x4 വൈബ്. 4x4. അപ്പോൾ സൂപ്പർ കാർസ് പരിപാടിയെല്ലാം വിട്ടോ, JDM ഒക്കെ വിട്ടോ? നമുക്ക് നോക്കാം, അടുത്തേല് പിടിക്കാമല്ലോ. സോ എനിവേ ഗൈസ്, ഇത് UAE അധികം ആരുടെ ഇപ്പോൾ കൊടുത്തിട്ടില്ല. ഐ മീൻ ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് തന്നെ 8 months to 1 year ആണ് ഇപ്പോൾ ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. പക്ഷേ സം ഹൗ ഹഫീസ് ബ്രോ ഗോട്ട്, നമുക്ക് അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. സോ എനിവേ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി നമുക്ക് ഹഫീസ് ബ്രോയുടെ അടുത്ത് തന്നെ ചോദിക്കാം. പക്ഷേ അതിന് മുന്നേ നിങ്ങൾ ആലോചിക്കായിരിക്കും ഈ വണ്ടിക്ക് എത്ര റേറ്റ് എന്ന്. ഓൺ റോഡ് ഇവിടെ ഈ വണ്ടിയുടെ വില വരുന്നത് 254,000 dirhams ആണ്. അതായത് നാട്ടിൽ ഏകദേശം 1.25 കോടിയാണ് ഈ വണ്ടിയുടെ വില വരുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ വണ്ടിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ഹഫീസ് ബ്രോയുടെ അടുത്ത് തന്നെ ചോദിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ലാൻഡ് ക്രൂസർ പ്രാഡോയുടെ ഇന്റീരിയർ വരുന്നു. ഒരു രക്ഷയില്ലാത്ത ലുക്ക് തന്നെ, ഫുള്ളി റീഡിസൈൻ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഒരു ഡിഫൻഡറും മറ്റേതൊക്കെ ഒരു സത്യം പറഞ്ഞ ഒരു ചെറിയൊരു ഡിഫൻഡർ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് പുതിയ പ്രാഡോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടു വേണമെങ്കിൽ ഒരു FJ ക്രൂസറിന്റെ പുതിയൊരു മേക്ക് ഓവർ നമുക്ക് പറയാൻ വേണ്ടി. ഐ മീൻ പ്രാഡോ ആയിട്ട് ഒരു ഷെയറിംഗും ഇല്ലാത്ത രീതിയിലാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ലുക്സ് ഗുഡ് ടു ബി ഓണസ്റ്റ്. ആൻഡ് പഴയ പ്രാഡോ ആണ് ഇഷ്ടപ്പെട്ടത്, ഈ പ്രാഡോ ആണ് ഇഷ്ടപ്പെട്ടത്? ഓബ്വിയസ്ലി ഈ പ്രാഡോയാണ്. ഈ പ്രാഡോനകത്ത് എത്ര ആഴ്ച ഈ വണ്ടി വാങ്ങിച്ചിട്ട്? ഇറ്റ്സ് ബീൻ ലൈക്ക് 18 days now. 18 days ആയി. അതൊക്കെ വിട്. ഈ വണ്ടിക്ക് വെയിറ്റിംഗ് പീരീഡ് ഇപ്പോൾ ഓൾമോസ്റ്റ് 8 months to 1 year ഉണ്ട്. എങ്ങനെ പെട്ടെന്ന് കിട്ടിയതാണ്? ലക്ക് എന്ന് പറയാം. കാര്യം ഇതിന്റെ ഇനീഷ്യൽ ഡെപ്പോസിറ്റും പരിപാടി എങ്ങനെയായിരുന്നു? അത് we have to give 2,000 for booking. Okay. And then if you're doing mortgage, I think it's 20% down payment minimum. Then it depends on your bank and stuff. ഫുൾ ക്യാഷ് ആണെങ്കിൽ റെഡി ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ സാധനം പെട്ടെന്ന് കിട്ടും. പക്ഷെ അതല്ലാതെ ഇതിന്റെ ഈ കളർ ബ്രോന് ഇത് ചെയ്തതാണോ അതോ ഓൾറെഡി ഇവരുടെ ലോട്ടിനകത്ത് ഉണ്ടായിരുന്ന കാർ തന്നെയാണോ? നോ, വി കൻ ചൂസ് കളേഴ്സ്. ഇതിപ്പോൾ വൈറ്റ് ഉണ്ട്, ഒരു സാൻഡ് കളർ ഉണ്ട്, ഒരു ബ്ലൂ ഉണ്ട്, ഒരു ബ്രോൺസ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു ലൈറ്റ് ഗ്രേ ഉണ്ട്. വൈറ്റ് ഇസ് ഓൾവേസ് ക്ലാസി ആൻഡ് നീറ്റ്, ഒരിക്കലും മടുക്കാത്തൊരു കളറാണ്. സത്യം. മാത്രമല്ല മെയിൻ്റെനൻസിന്റെ കാര്യത്തിലും അടിപൊളിയാണ്. കാരണം സ്ക്രാച്ച് വരില്ല, പിന്നെ പെട്ടെന്ന് ഡസ്റ്റും വരില്ല. സോ അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. പക്ഷേ എനിക്ക് മെയിനായിട്ട് അറിയേണ്ടത് ഇതിന്റെ പവറാണ്. ഞാൻ ആദ്യമായിട്ടാണ് പുതിയ പ്രാഡോനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇതിന്റെ പവർ എങ്ങനെയാണ്. സോ ഇതിന്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 ലിറ്ററിന്റെ ടർബോ അല്ലേ വരുന്നത്? 4 cylinder 2.4 single turbo and produces close to 260 horsepower. Almost 264 I guess. 264. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ പവർ എങ്ങനെയാണെന്ന് നോക്കാം. സോ 0 to 60 അടിക്കാൻ എത്ര സമയം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ പവർ എങ്ങനെയാണെന്ന് നോക്കാം. സംഭവം സത്യം പറഞ്ഞാൽ ഇനീഷ്യലി തന്നെ നല്ല പിക്ക് ഉണ്ട്, നല്ലൊരു പിക്ക് തന്നെയാണ്. ഓഫ് റോഡിങ്ങിന് പറ്റിയ വണ്ടിയല്ലേ? ഓൾറെഡി നമ്മൾ 120 ക്രോസ് ചെയ്ത് കഴിഞ്ഞു. 144, 150, 160. മെയിനായിട്ട് ഓഫ് റോഡിങ്ങിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും. ടോർക്ക് അത്യാവശ്യം കൂടുതലല്ലേ? ടോർക്ക് നല്ല കൂടുതലാണ്. മാത്രമല്ല ഷോർട്ട് വീൽ ബേസും ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ ഇറ്റ്സ് പെർഫെക്റ്റ് ഓഫ് റോഡിങ്. പക്ഷേ ഞാൻ ഈയിടെയാണ് നമ്മുടെ പുതിയ ബ്രാൻഡ് ന്യൂ ഫോർഡ് ബ്രോങ്കോ ആപ്റ്ററിനകത്ത് വരുന്നത്. അത് സീൻസ് ആണ് കേട്ടോ. അത് നല്ല വണ്ടി. അതിപ്പം എത്ര HP വരുന്നത്? 500 something. 500 something. പിന്നെ ഈ വണ്ടിനെ പറ്റി എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോൺ വെച്ചിട്ട് തന്നെ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും പിന്നെ ഈ വണ്ടിനെ പറ്റിയിട്ടുള്ള വേറെ ഡീറ്റെയിൽസും പരിപാടികളും എല്ലാം അറിയാൻ വേണ്ടി പറ്റും. ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ള ആപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. വാട്ട്സ് ദ നെയിം ഓഫ് ദി ആപ്പ്? Toyota Connect. ഇതിനകത്ത് വണ്ടിയുടെ എന്തൊക്കെ അറിയാൻ വേണ്ടി പറ്റും? Everything, the mileage, the fuel economy. We have a guest driver monitor. ഇപ്പം if you're giving the car to someone, ഫാമിലിയിലാണെങ്കിലും you can know if he's driving recklessly or ആൾ എത്ര പുള്ളെടുത്തു അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അത് ഡീറ്റെയിൽ കിട്ടില്ല, ബട്ട് we can know if he see dangerous driving. അതിപ്പോൾ I set the kilometer to 100 km/h. അപ്പം if he is going above, we can know like he is going above the limit. പിന്നെ സർവീസ് എല്ലാം അറിയും. ഒരു പേരന്റിന് ഒരു കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ടാബ്ലറ്റ് കൊടുക്കുന്ന പോലെ.
ആ ഓക്കെ Yeah. അതെന്തായാലും കൊള്ളാം. ട്രിപ്പ് ഹിസ്റ്ററി വി കൻ സി എത്ര മൈലേജ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, എത്ര ഡിസ്റ്റൻസ് ആണ് ഞാൻ എപ്പോഴാണ് സ്റ്റാർട്ട് ആക്കി, ഇപ്പോൾ എത്ര ഡിസ്റ്റൻസ് പോയാൽ നമ്മളിപ്പോൾ എവിടെയുള്ള എല്ലാം കാണിക്കും. എല്ലാം കാണിക്കും. അതായത് ഒരു കള്ളം വണ്ടി എടുത്തോണ്ട് പോയാലും ഫൈൻ മൈ കാർ വെച്ചിട്ട് ലൊക്കേഷൻ ഫൈൻ മൈ ഐഫോൺ കാണാൻ പോകുന്നത്. ഇതിപ്പം ഐ എം ഗെറ്റിംഗ് 2.5 km/ലിറ്റർ. അത് ഡിപ്പെൻസ് ഓൺ ട്രാഫിക് കാര്യങ്ങളും ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ നല്ല കുടിയാണ് വണ്ടി. കുടി ഉണ്ട് എന്ന് വെച്ചാൽ ഉണ്ട്, ലോങ്ങിൽ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഐ മീൻ കംഫർട്ടിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും. റോഡ് അറ്റൻഷൻ എങ്ങനെയുണ്ട്? ഇറ്റ്സ് ടു മച്ച്. ആൾക്കാർ നിർത്തിയിട്ട് വിൽക്കുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടോ? റോഡ് സോ ആൾക്കാർക്ക് അറിയില്ല ഇതേത് സാധനം, ബിക്കോസ് ദേ തിങ്ക് ഇറ്റ്സ് FJ, ബട്ട് FJന്റെ സാധനം ഇല്ല. പുതിയൊരു FJ ആയിട്ടാണ് എനിക്കും തോന്നുന്നത്. കാരണം ഗ്രില്ലിനകത്ത് ടൊയോട്ട എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ഐ ഫീൽ ലൈക്ക് ദാറ്റ് ഇസ് മിറേഴ്സ് ആൻഡ് ഓൾ ഒരു FJ ക്രൂസർ വൈബില്ല. FJ ക്രൂസർ. പിന്നെ അതല്ല, അത് മാത്രമല്ല ഗൈസ്, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓബ്വിയസ്ലി അറിയാം UAയിലെ ടെമ്പറേച്ചർ നല്ല കൂടുതലാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വീട്ടിനകത്ത് ഇരുന്നിട്ട് അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ജോലിക്കെല്ലാം പോകുന്ന സമയത്ത് നല്ല ചൂടത്താണ് വണ്ടി പാർക്ക് ചെയ്തെങ്കിൽ പെട്ടെന്ന് കയറിയിരിക്കുമ്പോൾ ചൂട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുവരെ ടൊയോട്ട മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതായത് നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് തന്നെ വണ്ടിയുടെ AC ഓൺ ആക്കി വെക്കാൻ വേണ്ടി പറ്റും. ഒരു 10 മിനിറ്റ്സിലേക്ക് നമുക്ക് വണ്ടി ഓൺ ആക്കാൻ പറ്റും. Anywhere, as long as you have network in the phone, we can start the car. Okay, so it doesn't matter. Bro, ഇപ്പോൾ നാട്ടിലാണെങ്കിലും ഇവിടെയുള്ള വണ്ടി ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നാട്ടിൽ പോകുമല്ലോ, അപ്പോൾ വി നീഡ് someone to start the car and keep. ഇടയ്ക്കിടയ്ക്ക് ഒരു ഓയിലും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതിനുള്ളൊരു ഇറ്റ്സ് എ ഗുഡ് ഫീച്ചർ ഐ ക്യാൻ സേ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാക്കാണ്. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതോ AC മാത്രമാണോ ഇപ്പോൾ സ്റ്റാർട്ട്? വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ കൊള്ളാട്ടാ. ഇത് പണ്ടത്തെ ആൾക്കാരുടെ അടുത്ത് കാണിക്കുക അവർ വിചാരിക്കും പ്രേതം വന്നു വണ്ടിയിൽ. അതെന്തായാലും കൊള്ളും ഗൈസ്. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഐ ഗെസ് എനിക്ക് വണ്ടി ഓപ്പൺ ആക്കാൻ പറ്റില്ല. അല്ല, കീ ഇല്ലെങ്കിൽ ഓക്കെ കീ ഇല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടായി കിടന്നാലും എനിക്ക് ഡോർ തുറന്നിട്ട് ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ദാറ്റ് ഇസ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ മോഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഓഫ് റോഡ് ഫോക്കസ്ഡ് ആണ് മെയിൻലി വണ്ടി വരുന്നത്. പിന്നെ മെയിൻലി ഇവിടെ ഉള്ള ഒരു സ്റ്റീരിയോടൈപ്പ് പറയും, എല്ലാ മല്ലു ഡാഡ്സും ആദ്യമേ ഒരു വണ്ടി വാങ്ങുകയാണെങ്കിൽ എന്തായാലും ഒരു സോ ആ ഒരു സ്റ്റീരിയോടൈപ്പ്. സോ അതിനും പറ്റിയൊരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇക്കോ മോഡുണ്ട്, നോർമൽ മോഡുണ്ട്, സ്പോർട്സ് മോഡുണ്ട്. വേറെ ഏത് മോഡൊക്കെ ഉണ്ട്? ഓഫ് റോഡിന് വേണ്ടിയിട്ടുള്ള യു ഹാവ്. ഓക്കെ, ഓഫ് റോഡിന് വേറെ സ്പെസിഫിക് മോഡ്സ് തന്നെ ഉണ്ട്. ഓക്കെ, ഡേർട്ട് മോഡുണ്ട്, സാൻഡ് മോഡുണ്ട്, മഡ് മോഡുണ്ട്, ഡീപ്പ് സ്നോ മോഡുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഗുഡ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് മാത്രമല്ല, അത്യാവശ്യം പറയുകയാണെങ്കിൽ കംഫർട്ടിൻ്റെ കാര്യത്തിൽ നല്ല ബെസ്റ്റ്. ബാക്കിലും വെന്റിലേറ്റഡ് സീറ്റ്സ് അല്ലേ വരുന്നത് ഈ വണ്ടിയുടെ? ഓക്കെ, ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ് ടു സേ ദ ലീസ്റ്റ്. അതെന്തായാലും കൊള്ളാം. ഒബ്വിയസ്ലി ഇറ്റ്സ് ടൊയോട്ട. പിന്നെ ഇതിൻ്റെ വാറണ്ടി പരിപാടിയൊക്കെ എങ്ങനെ വരുന്നത്? 80,000 kilometers in 3 years. ഓക്കെ, ചോദിക്കുന്നത് ഈ വണ്ടിയുടെ എത്ര വേരിയൻസ് വരുന്നുണ്ട്? അറൗണ്ട് 6 വേരിയൻസ്. ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഇസ് ദ ഫസ്റ്റ് എഡിഷൻ, ആ ഉണ്ട ലൈറ്റ് വരുന്നത്. ഐ പ്രിഫറബിളി ലൈക്ക് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഓക്കെ, മേക്ക് സെൻസ്. മാത്രമല്ല പണ്ടത്തെ പോലെ EXR, GXR, VXR ഇല്ല ഇതിനകത്ത്. TXL, GX എന്തെല്ലാം ഉണ്ട് ഇതിൽ. ഓക്കെ, ഇതെന്താണ് സംഭവം? ഇറ്റ്സ് ദ അഡ്വഞ്ചർ മോണോടോൺ. അഡ്വഞ്ചർ. ഇത് വേറൊരു വേരിയൻ്റ് ആണ്. ഇറ്റ്സ് ദ ടോപ്പ് വേരിയൻറ്റ്. It has the same features exactly as the first edition except the Unda lights. ഓക്കെ, ഉണ്ട ലൈറ്റ് അല്ലാതെ ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, ദാറ്റ് ഇസ്. പിന്നെ അത് മാത്രമല്ല, ഈ ബാക്ക് ബൂട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിൽ ഓപ്പൺ ചെയ്യാം. ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഇത് മാത്രം ഓപ്പൺ ചെയ്യാം, അത് ഈ ഗ്ലാസ് മാത്രം പൊങ്ങില്ലേ, പണ്ടത്തെ ഇതിലൊക്കെ വരുന്ന പോലെ, FJയിലുള്ള പോലെ. ദാറ്റ് ഈസ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. പിന്നെ അതല്ലാതെ നമുക്ക് ഇതാണ്ട ഈ ബട്ടൺ ഇട്ട് ഹായ് സംഭവം സത്യം പറഞ്ഞാൽ ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ചെറിയ വണ്ടിയാണ്, പക്ഷേ ഇത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. I think around 70 liters capacity and exactly ഓർമ്മയില്ല. പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇതാ കണ്ട ഈ വണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് 7 സീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് ഓൾസോ ഇൻട്രസ്റ്റിംഗ്. ഐ മീൻ പക്ക ഒരു ഫാമിലി കാർ നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. LC300 വേഴ്സസ് ദ ന്യൂ ലാൻഡ് ക്രൂസർ Prado. Why? The second row has more comfort plus leg space. But yeah, LC300 has its peaks, its ABL speakers, പിന്നെ അതിൻ്റെ suspension and the power V6. But I would prefer the Land Cruiser Prado. Okay, this is basically a baby Land Cruiser. Yes. പക്ഷേ സത്യം പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേസിൽ. ഇത് താക്കണമെങ്കിൽ ഈ ബട്ടൺ ഇത് വലിക്കണം. ഒന്നും വേണ്ട. പിന്നെ ഈ ബട്ടൺ സെയിം തിങ് അതിൻ്റെ അപ്പം അതിൻ്റെ അടിയിലുള്ള യെസ് കീപ് ഓൺ പ്രസിംഗ്. കൊള്ളാം കേട്ടോ സാധനം. ഐ മീൻ മാനുവൽ പരിപാടികളെല്ലാം അവരെടുത്ത് മാറ്റി. Only in the full option. Only in the full option. ബാക്കിനകത്ത് ഫുള്ള് നമുക്ക് വെച്ചിട്ട് തന്നെയാണ്.
ഓക്കെ, കുറേ സംഭവം ടൊയോട്ട പല രീതിയിലാണ് വണ്ടി ഇറക്കുന്നത്. പിന്നെ മാത്രമല്ല ഈ വണ്ടിയുടെ എക്സോസ്റ്റ്, അതാണ് ഇനി എനിക്ക് കേൾക്കേണ്ടത്. ക്ലീൻ ഫോർ V4. ആരും ഈ വണ്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഐ മീൻ വലിയ സൗണ്ട് അല്ല, പക്ഷെ ഒരു 4 സിലിണ്ടർ കാറിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സൗണ്ട് ആരും എക്സ്പെക്ട് ചെയ്തില്ല. No, I didn't ഇത് എന്തെങ്കിലും ചെയ്തതാണ്? ഒന്നും ചെയ്തിട്ടില്ല. ഐ ഡിഡ്ന്റ് നോ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്നില്ല. ഓക്കെ, ഇതിനകത്ത് റെവ് ലിമിറ്റർ ഇല്ല? ഇല്ല, ലിമിറ്റർ ഇല്ല. ലിമിറ്റർ ഇല്ല. ഓക്കെ, ദാറ്റ്സ് ഇപ്പോൾ വരുന്ന എല്ലാ വണ്ടിനകത്തും മറ്റേ ലിമിറ്റർ ആഡ് ചെയ്ത് പീപ്പിൾ നോർമലി ട്യൂൺ ഇറ്റ് ആൻഡ് റിമൂവ് ദ ലിമിറ്റ്. നമുക്ക് ഈ വണ്ടിയുടെ വീഡിയോ അവസാനിക്കുന്ന മുന്നേ വേറെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് ഈ വണ്ടിയിനകത്ത്? It has 360 ക്യാമറ. 360 ക്യാമറ. ഓക്കെ, ഓക്കെ, ക്യാമറ ഉണ്ട് ഇതിൽ. പിന്നെ ഡിസ്പ്ലേ. ഓക്കെ, ഇവിടെ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ശാസ്ത്രത്തിന്റെ വളർച്ച. പണ്ടൊക്കെ മിറർ ആയിരുന്നു, ഇപ്പൊ മിററൊക്കെ മാറി അതും ഒരു ക്യാമറ ആയിട്ട് മാറിയിരിക്കുകയാണ്. ടച്ച് ലൈറ്റ്സ്. ഓക്കെ, പിന്നെ സ്റ്റാപ്പ് ബാർ ഡിസ്കണക്ട്. ഓക്കെ, നമ്മൾ ഈ റോക്ക് ക്ലൈമ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ സസ്പെൻഷൻ ഫുള്ളായിട്ട് അടിയിലും മുകളിലേക്ക് പോകാൻ വേണ്ടി ഫോർ മോർ കംഫർട്ട്. പിന്നെ റെയർ ഡിഫറൻഷ്യൽ ലോക്ക്, സെൻട്രൽ ഡിഫറൻഷ്യൽ ലോക്ക്, ട്രാക്ഷൻ കൺട്രോൾ, എവറിഥിങ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ലൈക്ക് ഫോർ ആൻ ഓഫ് റോഡ് കാർ ദേ ഡിഡ് സോ മച്ച്. ദാറ്റ്സ് ഗുഡ്. പിന്നെ എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ എഞ്ചിൻ ഫുഡൊന്നും കണ്ടു നോക്കിയല്ലോ. അത് കുറച്ച് ബോറാണ്. അത് ബോറാണോ? ഓ, ഒരു കവർ എടുത്ത് വെക്കായിരുന്നു കേട്ടോ അവര്. ഇതിപ്പോൾ ഫുൾ ഇത് കാണിച്ചു വെച്ചിട്ടുണ്ട്. ഐ മീൻ ഓബിയസ്ലി എനിക്ക് ഒന്ന് റിപ്പയർ ചെയ്യാനുള്ള എളുപ്പത്തിന് വല്ല വേണ്ടി മേ ബി ഓർ വെയിറ്റ് കുറക്കാൻ. അതും ആവാം. ഇത് ഈ വണ്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ട്? ചെക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾ തന്നെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ തന്നെ താഴെ കമന്റ് ചെയ്യണം ഈ വണ്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ടാവും. അതാ പോലീസ് അവിടെ. ആ പോലീസ് തന്നെയാ. നമുക്ക് മണ്ണിൽ ഇറങ്ങിയിട്ട് വിളിക്കാൻ പറ്റുന്നു. ഇതിന്റെ എയർ ബാഗിന്റെ സംഭവം ഓഫ് ആക്കിയിട്ടേക്കാം. സത്യം പറഞ്ഞ ഈ വണ്ടിയുടെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. ഇതിപ്പോ എത്ര നാളായിട്ട് ഈ വണ്ടി ഓഫ് റോഡിങ് ഓടിച്ചു? ഇത് രണ്ടാമത്തെ പ്രാവശ്യം. ഇവിടെ ഇപ്പൊ ക്ലോസ് ആക്കി, ഇവിടെ ഇപ്പൊ ആർക്കും വന്നൂടാ. വരാനുള്ള പറ്റും. ഇങ്ങനെ ലൈറ്റ് ഫുള്ള് ഡേഞ്ചറസ് ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷ. സോ എനിവേ ഗൈസ്, ഓൺ ദാറ്റ് നോട്ട്, അതായിരുന്നു നമ്മുടെ പുതിയ ലാൻഡ് ക്രൂസർ പ്രാഡോ. നിങ്ങൾക്ക് എന്താണ് ഈ വണ്ടീനെ പറ്റി തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്ത് പറയാം. അയ്യോ, അതിന് മുന്നേ ഈ വണ്ടീനെ പറ്റിയിട്ടുള്ള വീഡിയോ നാളെ വരുന്നതായിരിക്കും, അത് നിങ്ങൾ കാണാൻ വേണ്ടി മറക്കണ്ട. ദാറ്റ് മൈ ഫ്രണ്ട്സ് ഇസ് എ പിജോ 408. അത് നമുക്ക് പിജോ ടീം തന്നെ, UAE മിഡിൽ ഈസ്റ്റ് ടീം തന്നെ റിവ്യൂ യൂണിറ്റിന് വേണ്ടി ഒരാഴ്ചയ്ക്ക് വേണ്ടി തന്നെയാണ്. സോ ഒരാഴ്ചയ്ക്കടുത്ത് നമ്മുടെ കൂടെ തന്നെ ഈ വണ്ടി കാണും. സോ നാളെ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ വരുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സത്യം പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർ നിങ്ങൾ തപ്പി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സാധനം വാങ്ങാം. ആ വണ്ടിയുടെ വില വരുന്നത് ഏകദേശം 1,50,000. ഈ വണ്ടിയുടെ വില വരുന്നത് ഏകദേശം 2,50,000 ദിർഹംസാണ്. സോ ഏകദേശം 100Kയുടെ വ്യത്യാസമുണ്ട്. ആൻഡ് അതൊരു വലിയൊരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിൻ്റ് A to പോയിൻ്റ് Bയിലേക്ക് പോകാൻ ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടി വാങ്ങാം. നിങ്ങളൊരു ട്രൂ കാർ എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ you can go for this. So anyway guys, on that note, a huge shout out to Mr. Hafiz. So ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. So anyway guys, on that note, that's a wrap. It's Boran signing off. Peace.